അല്ലാഹു തആല ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല ആ ദുനിയാവെന്ന സൃഷ്ടിയെ സൃഷ്ടിച്ചത് മുതൽ അല്ലാഹു തആല അതിനെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിർത്തിയിരിക്കുക. ലം യൻദുർ ഇലൈഹ, ഒരു നല്ല നോട്ടം അതിലേക്ക് അതിനെ പടച്ചത് മുതൽ ഇന്ന് വരെയും അല്ലാഹു തആല നോക്കിയിട്ടില്ല. അകറ്റിയിട്ടില്ല, അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാവശ്യമുള്ളൊരു സാധനമാണ് അതിന്റെ അനിവാര്യതയിൽ. അപ്പൊ അത് പറ്റ വേണ്ടെന്ന് പറയാൻ പറ്റൂല. അതേ സമയത്ത് അതിനെ അടുപ്പിക്കാൻ പറ്റിയ ഒരു ഗുണം അതിനോട്ടില്ലതാണ്. ഇതൊക്കെ ഈ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താകണം ദുനിയാവിനോടുള്ള സമീപനം എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം പണം സമ്പാദിക്കണ്ടെന്നോ പിന്നെ ധനമുണ്ടാക്കാൻ ഒന്നുമല്ല. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ നന്നാക്കേണ്ടത്. അതിൽ നമ്മളൊരു അമിതമായ ആഗ്രഹം വിചാരിക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയ അപകടമായി മാറും, വലിയ അപകടവും. അല്ലാഹു അതിനെ പടച്ചിട്ട് ഇന്ന് വരെയും നല്ലൊരു നോട്ടം നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ സദാ നേരം റബ്ബിനോട് പറഞ്ഞ, റബ്ബേ നീ എന്നെ പൊരുത്തത്തിലൊന്ന് നോക്കണമേ. ചില വാക്കുകളിൽ കാണാം ലം 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 യഷ്ഖ ബഅദഹു, പിന്നെ ആ മനുഷ്യൻ ദോഷിയാവില്ല. അല്ലാഹു തആല ഒരു വട്ട ആ വ്യക്തി ഒന്ന് സന്തോഷത്തിൽ നോക്കിയാൽ ആ വ്യക്തി പിന്നെ മോശമാവില്ല. ഒരു നോട്ടം നോക്കിയാൽ മതി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം അല്ലാഹുവിന്റെ നോട്ടം കിട്ടിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്ദിനെ ഒന്ന് നോക്കിയാൽ മതി. ആ അബ്ദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് നോക്കിയാൽ പിന്നെ ആ അബ്ദ് ഒരു കാരണവശാലും ആ അബ്ദ് നാശാവൂല. അതാണ് അതിന്റെ നർമ്മം, അതാണ് അതിന്റെ സത്യം. ഇവിടെ ഇരിക്കുന്നുണ്ട് സലീം ഒരു ഉദാഹരണം. അത് ചെറിയ ഉദാഹരണമല്ല, വലിയ ഉദാഹരണം. ഞാനത് നൂറുകണക്കിന് നോട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ നോട്ടം, ഈ ഇരിക്കണ മനുഷ്യൻ അത് അള്ളാഹുവിന്റെ ഒരു നോട്ടാണ്, നോട്ടം. അതെന്നാണ് നോക്കിയതെന്നറിയില്ല. എന്തുകൊണ്ടാണ് സലീമിനെ മാത്രം അള്ളാഹ് നോക്കിയത് അതും അറിയൂല. പക്ഷെ നോക്കിയിട്ടുണ്ടെന്ന കാര്യം യാതൊരു സംശയമില്ല, ഉറപ്പാണ്. ഞാൻ ഇന്ന് രാവിലെയും സലീമുമായി സംസാരിച്ചപ്പോ ഒരു സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന മനുഷ്യനും അല്ലെങ്കിൽ ദീന് പഠിച്ച ഒരു സാധാരണ മൂല്യര ബോധവും അല്ല സലീമിന്റെ ബോധം. അല്ലാഹു നിലനിർത്തി തരട്ടെ. സാധാരണ മൂല്യര ബോധം പോലും അല്ല, അതിന്റെ ഒക്കെ അപ്പുറത്താണ്. എന്നാ എന്താ അറിയാം സാധാരണ അത്യാവശ്യം ഓതേണ്ട കുറച്ച് സൂറത്തും മറ്റൊന്നല്ലാതെ ഒരു മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാതെയാണ് ജനിച്ച് പിന്നെ കുടുംബമായി കൂട്ടായി ഒക്കെ ആയി. കുട്ടിക്കാലമല്ല, നാടിട്ടു പോയതല്ല. പിന്നെ അള്ളാഹു നോട്ടം നോക്കി. അപ്പോൾ ആ അടിമ അള്ളാഹുവിലേക്ക് വന്നു. ഇപ്പൊ ഒരു സാധാരണ മൂല്യേര ബോധമല്ല സലീമിന്റെ ബോധം, ബോധമാണ്. അത് മതി, അതാണ് മനുഷ്യന് ആവശ്യം. അതെന്തുകൊണ്ടാണ് റബ്ബ് അബ്ദിനെ ഇഷ്ടപ്പെടുക? അതൊരു വലുപ്പത്തരത്തിന് വേണ്ടി പറഞ്ഞല്ല. ഞാൻ അങ്ങനെ ഒരു ഒറ്റ വട്ടം നോക്കിയാൽ മതി, പിന്നെ പിടിക്കണ്ട. ഒറ്റ വട്ടം ഒരു അബ്ദിനെ, ഞാൻ ഈ ക്ലാസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത്. വലിയ മുതലാളിയാണോ? അല്ല. എന്നാ പച്ചപ്പാവാണോ? അല്ല, അതുമല്ല. എന്നാ പാവാകാനുള്ള എല്ലാ വഴിയുണ്ട്, എന്നാ പാവമല്ല. ആരെങ്കിലും കൈയിട്ട് ജീവിക്കാണോ? അല്ല. എന്നാ മുതലാളിയാണോ? അല്ല. ആരെങ്കിലും വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ആലോചിക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കണം? അടിമയെ അള്ളാഹു ഒന്ന് നോക്കിയാൽ മതി. അടിമയെ അള്ളാഹു ഒന്ന് നോക്കണം. ഒരു ധനാഢ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ധനത്തിന് അള്ളാഹു നോക്കിയൊരു സാധനം നമുക്കിവിടെ കിട്ടണം. നമ്മളെ ഖൽബിലേക്ക് ഒന്ന് നോക്കണം. പിന്നെ ഇപ്പൊ എന്ത് മതി എന്നറിയോ? ആ നമുക്ക് മുതലുണ്ടായാലും ഇല്ലെങ്കിലും അതിനൊരു വ്യത്യാസമില്ല. ഉണ്ടായാലും സബഖ ദിർഹമുൻ ബി അൽഫി ദിർഹമിൻ. ചിലപ്പോൾ 1000 ദിർഹമിന് മുൻകിടക്കും ഒരു ദിർഹം എന്ന് മുഹമ്മദ് മുസ്തഫ.
അപ്പൊ പണം ഉണ്ടാകണ്ടോ? ഇല്ല. അള്ളാന്റെ അടുക്കൽ നേട്ടാണ് നബി പറഞ്ഞത്. 1000 ദിർഹമിനെ മുൻകടക്കും. എന്ത്? 1 ദിർഹം എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മളിപ്പോ പൈസ കിട്ടിയാൽ നമുക്ക് ദാനം ചെയ്യായിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കും. നല്ല വിചാരം തന്നെയാണത്. അതിന് വേണ്ടി തന്നെ ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, 2 കാര്യത്തിലല്ലാതെ അസൂയയില്ല. റജുലുൻ അതാഹു അല്ലാഹു ഹാദ ദീൻ അൽ ഇൽം ഔ അൽ ഹിക്മ. മുസ്തഫ നബി പറഞ്ഞു, അല്ലാഹു തആല ഈ വിജ്ഞാനം, ദീനിന്റെ വിജ്ഞാനം അല്ലാഹു ഒരാൾക്ക് കൊടുത്തു. ഒരു ദീനിന്റെ വിജ്ഞാനം ഒരാൾക്ക് കൊടുത്തു, ഒരു പണ്ഡിതനാക്കി. ഫഖാമ ബിഹി ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ, പകലിന്റെ ഭാഗങ്ങളിലും രാത്രിയുടെ യാമങ്ങളിലും ആ വിജ്ഞാനം കൊണ്ട് അയാൾ നിലകൊണ്ടു. അയാൾ നല്ലത് ചെയ്തു, നല്ലത് ചെയ്യിപ്പിച്ചു. അങ്ങനെയായാൽ അയാളെക്കുറിച്ച് നമുക്ക് അസൂയ വരാം. അതായത് അയാൾ നശിച്ചുപോട്ടെ എന്നല്ല. ഇവിടെ അസൂയക്ക് സാധാരണ അർത്ഥമല്ല. അസൂയയുടെ യഥാർത്ഥ അർത്ഥം തമന്നി സവാലി നിഅമത്തിൽ ഗൈർ, മറ്റുള്ളവരുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ കൊതിക്കലാണ് അസൂയ. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. പിന്നെന്താ? ഒരു തർജി, അതെനിക്കും കിട്ടിയെങ്കിൽ, എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. മനസ്സിലായില്ല? യഥാർത്ഥത്തിൽ നമ്മൾ വിലക്കപ്പെട്ട അസൂയ. നമ്മൾ അസൂയ എന്ന് പറഞ്ഞാൽ ലോജിക്കലി അസൂയ എന്ന് പറഞ്ഞാൽ ഇതല്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തമന്നി സവാലി നിഅമത്തിൽ ഗൈർ, മറ്റുള്ളവരുടെ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകണമെന്നുള്ള കൊതിയാണ്. എന്ത്? അതാണ് അസൂയ. അതിനെയാണ് ഖുർആൻ വിമർശിച്ചത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അത് ഖുർആൻ വിമർശിച്ചതാണ്. എന്നാൽ വേറെ തരം അസൂയുണ്ട്. അത് അസൂയയല്ല. നമ്മൾ വൃത്തികെട്ട വെള്ളം ചില നാടുകളിലൊക്കെ എന്ത് ചെയ്യുന്നറിയോ? വൃത്തികെട്ട വെള്ളം, ചില നാടുകളിൽ വൃത്തികെട്ട വെള്ളം കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ ആ നാടുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നാല്, പിന്നെ വെള്ളം പ്യൂറാക്കി പിന്നെ വീണ്ടും ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെ മോശപ്പെട്ട സാധനത്തെ അതിൽ നിന്ന് ഒഴിവാക്കും. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. വെള്ളമില്ലാത്ത നാടുകളിൽ നമ്മൾ വെള്ളത്തെ വീണ്ടും റീസർക്കിൾ ചെയ്തിട്ട് പിന്നെ രണ്ടവണും എന്തെയും പ്യൂർ ചെയ്ത് ഉപയോഗിക്കുന്ന നാടുകളുണ്ട്. അപ്പൊ എന്നതുപോലെ ഹസദ് എന്ന വാക്കിനെ ഒന്ന് പ്യൂർ ചെയ്യണം. ഇവിടെ ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, 2 കാര്യത്തിലല്ലാതെ ഹസദില്ല. സാധാരണ ഹസദല്ല. അതായത് അവന്റെ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് കൊതിക്കലല്ല അവിടെ. പിന്നെന്താണ്? അങ്ങനെ എനിക്കും കിട്ടിയെങ്കിൽ എന്ന് കൊതിയാണ്. അങ്ങനെ കൊതിക്കാവുന്ന 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഒരാൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകി. ഫഖാമ ബിഹി, ആ വിജ്ഞാനം കൊണ്ട് അയാൾ നിലകൊണ്ടു. അതായത് അത് ബയാൻ പറയൽ മാത്രമല്ല, അത് അയാളുടെ ജീവിതത്തിലും അയാൾ പകർത്തി. എങ്കിൽ അയാളെപ്പോലെ ഞാനായെങ്കിൽ എന്ന് കുടിക്കാം. പിന്നെ വഅതാഹുല്ലാഹു റജുലുൻ അഅതാഹുല്ലാഹു മാലൻ, വേറൊരാൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു. ഫഅൻഫഖ ഫീ സബീലില്ലാഹ്, അതും കൊണ്ട് അയാൾ ദാനം ചെയ്തു, ചെലവഴിച്ചു. ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ, പകലിന്റെ ഭാഗങ്ങളിലും രാത്രിയുടെ യാമങ്ങളിലും അയാൾ അതങ്ങനെ ചെലവാക്കും. എങ്കിൽ ദാനം ചെയ്യാൻ എനിക്കും ഉണ്ടായെങ്കിൽ എന്ന് കൊതിക്കാം. അയാളെ മുതൽ പോട്ടെ എന്നല്ല കൊതിക്കുന്നത്. പിന്നെന്താ? മനസ്സിലായില്ല? അതുപോലെ എനിക്കും കൊടുക്കാനുണ്ടായെങ്കിൽ കൊതിക്കാം. അപ്പൊ കൊതിക്കാവുന്നൊരു സാധനമാണ് എന്ത്? സദക്ക ചെയ്യുന്ന മുതൽ. ഇതിന്റെ മേലെ ഇനി മറ്റേ അരിയിലെടുത്ത് വെച്ചാൽ മനസ്സിലായില്ല? കൊതിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ എന്ത്? സദക്ക ചെയ്യാവുന്ന സമ്പത്ത്. എന്നിട്ട് അതിന്റെ മേലെടുത്ത് നോക്കി മറ്റേ ഹദീസ് എന്ത്? അങ്ങനെയൊക്കെ ആണെങ്കിലും സബഖ ദിർഹമുൻ, സാധു കൊടുക്കുന്ന 1 ദിർഹം മുൻകടക്കും. ബി അൽഫി ദിർഹമിൻ, ധനമുള്ളവന്റെ 1000 ദിർഹമിന്. മറ്റൊരു കോടി കൊടുത്തു. മറ്റൊരു കോടി കൊടുത്തു. ഞങ്ങളിവിടെ ദാറുൽ ഖുർആന്റെ ഒരു പരിപാടിക്ക് വന്നു, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു ഖൈറിന്റെ ഒരു നന്മയുടെ 4 പെൺകുട്ടികളെ കെട്ടിക്കണേ, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യന്മാർക്ക് എന്താ പറയുക വീട് കയറ്റി കൊടുക്കുന്ന ഏതോ ഒരു പരിപാടിക്ക് നമ്മളെല്ലാവരും പങ്കെടുത്തു. വലിയ മുതലാളിയും പങ്കെടുത്തു. അയാൾ പറഞ്ഞു എത്ര വേണ്ടി വരും ഈ വീടിന് 10 ലക്ഷം വേണ്ടി വരും. അപ്പോൾ അയാൾ പറഞ്ഞു 5 ലക്ഷം ഞാൻ തന്നു, ബാക്കി ഞാൻ 5 ലക്ഷം പിരിച്ചിട്ട് പൈസ കുറവായിട്ടില്ലെങ്കിൽ അതും ഞാൻ കൂട്ടിത്തരാം.
അപ്പോൾ അവിടുന്ന് ഒരു ഉസ്താദ് അല്ലെങ്കിൽ റസാലിയായ മനുഷ്യൻ അവിടുന്ന് നമ്മളോട് എന്ത് പറഞ്ഞു? എല്ലാവരും ചെയ്യും കേട്ടോ, എല്ലാവർക്കും വീട് ഉണ്ട്, അയാൾക്കാണ് വീടില്ലാത്ത, അവർ പാവപ്പെട്ടവന് വീട് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അവിടെ ധനാഢ്യൻ എന്ത് കൊടുത്തിട്ടുണ്ട്? 5 ലക്ഷം. ഇനി ഇല്ലെങ്കിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങൾ ആ പരിപാടിക്ക് വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് ആകെ 50 ഉറുപ്പ്യാണ്. അതിൽ 20 ഉറുപ്പ്യൊക്കെ ഇങ്ങോട്ട് ബസ്സിന് വരണം, 20 ഉറുപ്പ്യൊക്കെ അങ്ങോട്ടും ബസ്സിന് പോകണം. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എത്ര? 10 ഉറുപ്പ്യ. അപ്പൊ നിങ്ങൾ 10 ഉറുപ്പ്യ എടുത്തു. ആ 10 ഉറുപ്പ്യന്റെ വില എത്രയാ? അത് മുൻകിടക്കും. എന്തിന്? അയാളുടെ 5 ലക്ഷം ഇനി വേണമെങ്കിൽ 10 ലക്ഷം കൊടുക്കും. അയാൾ അതിന് കാത്തിരിക്കുക, അതിന് മുൻകിടക്കുന്നത്. കാരണം അയാൾക്ക് നിങ്ങൾക്കൊരു 10 ലക്ഷം തന്നാലും ഇനിയും ലക്ഷോപലക്ഷം അയാളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇനി ഇന്ന് എന്താ ചെയ്യാന്ന് അറിയൂല. നിങ്ങളെ കയ്യിലാകുള്ളത് 50 ഉറുപ്പ്യ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പിന്നെ എന്തെങ്കിലത്തില്ലാഞ്ഞു അള്ളാന്റെ തഖ്ദീറിൽ നിങ്ങൾക്ക് അന്ന് 50 ഉള്ളൂ. മറ്റവന്റെ തഖ്ദീറിൽ കോടാനക്കോടിയാണ്. തഖ്ദീറാണ്, അല്ലാതെ അധ്വാനല്ല. പണത്തിന്റെ അടിസ്ഥാനം തഖ്ദീർ. എല്ലാം തഖ്ദീറാണ്, എല്ലാം തഖ്ദീറാണ്. മനസ്സിലായി? എല്ലാം എല്ലാം. കമാഖിലിൻ ആഖിലിൻ അഅയത് മസാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖഹു മർസൂഖ. വലിയൊരു വരിയാണ്, ഭയങ്കരാണ്. കമാഖിലിൻ ആഖിലിൻ, എത്ര എത്ര ബുദ്ധിമാന്മാർ. അഅയത് മസാഹിബുഹു, ജീവിതം വഴിമുട്ടി നിൽക്കും. അതായത് 1 കിലോ അരി വാങ്ങാൻ ഉണ്ടാവില്ല. വജാഹിലിൻ ജാഹിലിൻ തൽഖഹു മർസൂഖ, എത്ര എത്ര ജാഹിലുകൾ നീ അവനെ കണ്ടെത്തുക, അവൻ വലിയ ലാഭം 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 ലാഭം. 10 കണക്കൂട്ടാൻ അറിയില്ല, കണക്കൂട്ടാൻ അറിയില്ല. അവന് വരുന്നത് മുഴുവൻ എന്തായിരിക്കും? ലാഭമായിരിക്കും. എന്നാൽ അവന്റെ കണക്കപ്പുള്ളവന്റെ മോന് മറ്റേ എന്താ പറയാ, എക്കണോമിക്സ് ഒക്കെ പഠിച്ച്, മറ്റേ CA ഇതൊക്കെ പഠിച്ച്, കണക്കുകൂട്ടലൊക്കെ പഠിച്ചിരിക്കണ ആളവന്. CA ചാർട്ടേഡ് അക്കൗണ്ടന്റാ. പക്ഷെ ഇവന് മറ്റും പൈസ കൊടുക്കണം. മറ്റവനോ 1 1 2 എന്നറിയാൻ്റെ അപ്പുറത്തേക്ക് അറിയില്ല. ഓനെന്ത് ഓന് എണ്ണീറ്റ് തീരണില്ല. എന്ത്? അധ്വാനിച്ചിട്ട് പണം ഉണ്ടാവില്ല. പണത്തിന്റെ അടിസ്ഥാനം തഖ്ദീർ, അധ്വാനല്ല. ചിലപ്പോൾ നമ്മൾ അള്ളാഹു അധ്വാനിപ്പിച്ച് പണം തരും, ചിലപ്പോൾ അധ്വാനിക്കാതെയും പണം തരും. അത് തഖ്ദീറിലോന് കിട്ടും. പിന്നെ അവന്റെ മനസ്സിനാണ് അവിടെ വില. മറ്റോ 5 ലക്ഷം കൊടുത്തു പോലെ കൂലിയുണ്ട്, ഉറപ്പൊരു കൂലിയുണ്ട്. കാരണം കൊടുക്കാത്തവരുണ്ടാവുമല്ലോ. ഇവന് മുതലുണ്ടായപ്പം കൊടുക്കാൻ തോന്നിയത് വലിയ കാര്യമാണ്. പക്ഷേ വേറൊരുത്തനുണ്ട്, ഓന്റെ കയ്യിലാകാന്നുള്ളത് എത്രയാണ്? 10 ഉറുപ്പ്യ. ബസ്സിന് ഇങ്ങോട്ടും ബസ്സിന് അങ്ങോട്ടും 20 20 40. ഇനി അവന്റെ കയ്യിൽ 10 ഉറുപ്പ്യ. അത് തിരിച്ചു പോകുമ്പോ ഒരു കാൽ ചായ കുടിക്കാൻ വേണ്ടി വെച്ചതാണ്. അവൻ കാൽ ചായ കുടിച്ചില്ല, അന്ന് ഇവിടെ 10 ഉറുപ്പ്യ കൊടുത്തു. ഇത് വാങ്ങാൻ ചിലപ്പോ ഇതിന് പാട്ടം മൂല്യത്തെ പിരിപ്പിക്കാൻ നിൽക്കണ ഒരുത്തൻ ഈ 10 ഉറുപ്പ്യ കണ്ടിട്ട് ഓന്റെ മുഖത്തൊക്കെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പണ്ടൊരു 10 കൊണ്ടപ്പോ അവിടെ പേരുണ്ടാക്കണം. ആ പെരയിൽ ഏറ്റവും വിലയുള്ളത് ആ 10 ഉറുപ്പ്യക്ക്. അതിന് ബർക്കത്തുണ്ടാവും. അപ്പൊ നമ്മള് ഈ പിരിവ് നടത്തും. പൊതുവെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സാധുക്കൾ വരുള്ളൂ. മുതലാളിമാർ വരണമെങ്കിൽ ഒരു പൊളിയാണ്, പറ്റ പൊളിഞ്ഞ മുതലാളിമാർ. ഇൻഡസ് ക്ലാസ്സിനൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്ത് പണ്ട് എന്ന് പറഞ്ഞാല് അത് 1-ാം ക്ലാസ്സാണ്. 1-ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാല് എല്ലാ കുട്ടികളുണ്ട്. 2-ാം ക്ലാസ്സിൽ കുറച്ച് കുറയും. നമ്മളെ ക്ലാസ് സ്കൂളാണ്. ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചിലപ്പം 100 കണക്കിന് കുട്ടികളുണ്ടാവും. 1-ാം ക്ലാസ്സിന് എയിൽ 40 കുട്ടികൾ, BCDEFG ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഇംഗ്ലീഷ് Z കഴിഞ്ഞിട്ടും പിന്നെയും ഉണ്ടാക്കേണ്ടി വരും. കാരണം അതിന് മാത്രം കുട്ടികൾ 1-ാം ക്ലാസ്സിലുണ്ടാവും. 2-ാം ക്ലാസ് ആകുമ്പോൾ ഇംഗ്ലീഷ് കുറച്ച് കുറക്കും. എന്തേ അത്ര കുട്ടികൾ 2-ാം ക്ലാസ് കയറില്ല. 7-ാം ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി, 10-ാം ക്ലാസ് ആകുമ്പോൾ പിന്നെയും കുറയും. +1 വളരെ കുറയും. കാരണം കുറച്ചും കൂടിയും കുറഞ്ഞ ആളുകൾ ജയിച്ചോളൂ.
ഡിഗ്രീൻ്റെ അവിടേക്ക് എത്തുമ്പോൾ പറ്റി കുറയും. പിന്നെ പയ്യേസിലാണ് ഓടുന്നത്. ഇതിൽ കുറഞ്ഞ ആളെ ഉണ്ടാവും, ബാക്കിയൊക്കെ പോകും. അതാണ് നമ്മൾ ആസ്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തെന്നാൽ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലായില്ല. എന്തേ നമ്മൾ പറഞ്ഞ് മലയാളന്മാരൊന്നും വരില്ല, സാധുക്കൾ വരിക. അപ്പൊ പിരിവ് നടത്തുമ്പോഴും ഏകദേശം ഒക്കെ ഉണ്ടാകുക 10 രൂപ, കൂടുതലും ഉണ്ടാകും 10 രൂപ. പക്ഷെ അത് വലിയ വർക്കത്തുണ്ടാവും. കാരണം അത് അള്ളാഹു പൊരുത്തപ്പെട്ട പൈസ, കഷ്ടപ്പെട്ടവന്റെ പൈസ. ആള് കുറെ കൂടി, പക്ഷെ ആ പൈസക്ക് വലിയ വില ഉണ്ട്. അത് അതിൽ അള്ളാഹു തആല ഖൈറ് വിധിക്കും. കാരണം ഓന്റെ മനസ്സുമല്ലാത്തത്, ഓന്റെ തപത്തേലുള്ളു, വേറെ പത്തില്ല. അപ്പൊ നമ്മൾക്ക് പൈസ കിട്ടിയെങ്കിൽ ദാനം ചെയ്യായിരുന്നു നമ്മൾ വിചാരിക്കും. പക്ഷേ ഇനി പൈസ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ദാനത്തിന്റെ മേലെയാണ് ഫക്കീറിന്റെ ദാനം. സബഖ ദിർഹമുൻ ബിഅൽഫി ദിർഹമിൻ. അവസാനം അള്ളാന്റെ കോടതിയിലെത്തുമ്പോഴും അവൻ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മൾ പിന്നെയും വേഗം പോകും. കാരണം നമ്മൾ 100 കോടി ഉണ്ടായപ്പോഴാണ് 1 കോടി കൊടുത്തത്. മറ്റവൻ 10 ഉറുപ്പിക ഇല്ലാതായപ്പോഴാണ് 10 ഉറുപ്പിക കൊടുത്തത്. പിന്നെന്തേ നമുക്ക് 100 കോടി ഉണ്ടായത് അള്ളാഹ് തഖ്ദീർ. ഓനെന്തേ 10 ഉറുപ്പിന്റെ അപ്പുറം ഇല്ലാഞ്ഞത്? അതും അള്ളാഹ് തഖ്ദീർ. അത്രയേ ഉള്ളൂ, പണിക്കോലല്ല, തഖ്ദീറാണ്. എല്ലാം തഖ്ദീർ. നല്ലോണം ചിന്തിക്കണം. നമ്മളെ കാഴ്ചപ്പാടാണ് നമ്മൾ നന്നാക്കേണ്ടത്. നമ്മളെ കാഴ്ചപ്പാട് നന്നാക്കണം. അതേസമയത്ത് ഇന്നെപ്പോലത്തെ ആളുകൾ ഈ പൈസക്കാർ വരുമ്പോഴേ നമ്മൾ ബഹുമാനിക്കുള്ളൂ. എന്തുകൊണ്ട്? ഓല് വലിയ പൈസ തരും, താഴെയുള്ളവർ തരൂല. എന്താ തരാത്ത? ഇല്ല. മറ്റു ലക്ഷങ്ങൾ തരും. അതൊക്കെ കണക്കാ. പിന്നെ സ്ഥാപനം നടത്തണ്ടേ? മുതലാളിമാർ വേണ്ടേ സ്ഥാപനം നടത്തണ്ട? സ്ഥാപനം നടത്തിയില്ലെങ്കിൽ എന്താ? ആര് സ്ഥാപനം നടത്താൻ പറഞ്ഞു? അള്ളാഹുണ്ടല്ലോ. സാധുക്കളെ ബഹുമാനിച്ചിട്ട് സ്ഥാപനം നടത്തിയാൽ മതി. 10ാം ക്ലാസ്സിന് പൈസ ഇട്ടില്ലേ? 9 നിർത്തിക്കളാം. 9ാം ക്ലാസ്സിന് മാത്രം പൈസ അല്ലേ? 8ാം ക്ലാസ് നിർത്തിക്കളാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ കോഴിക്കോട് ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാവോ? നമ്മൾ കേരളത്തിൽ 1952 നമ്മൾ മദ്രസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ദീൻ പഠിപ്പിക്കണമെന്നാ. ദീൻ പഠിപ്പിക്കുന്നത് മുസ്തഫ നബിയുടെ സ്വഹാബത്ത് ഇവിടെ അന്ന് മുതൽ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ദീൻ പഠിപ്പിക്കാൻ മദ്രസന്റെ ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. ദീനുള്ളവരുണ്ടെങ്കിൽ ദീൻ പഠിപ്പിച്ചിരിക്കും. അത്രേ ഉള്ളൂ. അതിന് സംവിധാനം അവരുണ്ടാക്കും. അന്തിമ മദ്രസല്ലല്ലോ, പക്ഷെ ദീൻ പഠിപ്പിച്ചല്ലോ. എന്തുകൊണ്ട്? നിന്റെ കുട്ടികൾക്ക് ദീൻ കിട്ടണമെന്ന ബോധം അവർക്കുണ്ട്. നമ്മളെ കാഴ്ചപ്പാട് മാത്രമാണ് നന്നാവേണ്ടത്. ഒരു മുതലാളിന്റെ ആവശ്യം ദീനില്ല. മക്കയിൽ വന്നപ്പോ അള്ളാഹ് ഹബീബിന് അഭയം കൊടുത്ത ആളുകളെ പറ്റി നിങ്ങൾ പറയേ. 10 ഉറുപ്പിക നയിച്ചുണ്ടാക്കി കൊടുക്കേണ്ട ആളാണ് ബാപ്പ. ബാപ്പ കുട്ടിയുടെ 6 മാസം ഗർഭത്തിലിരിക്കുമ്പോൾ മരിച്ചു. മുഹമ്മദ് മുസ്തഫ. പിന്നെ മക്കൊന്നുമില്ല. ഉമ്മ 6ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നെ അടുത്ത ആൾ അബ്ദുൽ മുത്തലിബ്. ആ മഹാൻ അബ്ദുൽ മുത്തലിബ് എന്നവർ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ മനുഷ്യന് ഒന്നുമില്ല. യൗവനത്തിലെ അബ്ദുൽ മുത്തലിബ് എന്ന നാട്യനല്ല. അന്ന് 80 വയസ്സിനടുത്തിട്ടുണ്ട് അബ്ദുൽ മുത്തലിബ് മുസ്തഫ നബി ഏറ്റെടുക്കുമ്പോൾ. പിന്നെ 2 കൊല്ലാണ് അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത്. അബ്ദുൽ മുത്തലിബിന് അന്ന് കച്ചവടമല്ല, ഒന്നുമില്ല. ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അവിടെ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊന്നും മനസ്സുകൊണ്ട് ഉറപ്പാ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും. പിന്നെ അവിടുത്തെ അധികാരിയാണ്. പിന്നെ അവിടെ അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുട്ടീനെ കൊണ്ടടക്കും, ദാരിദ്ര്യാണ്. പിന്നെ അള്ളാഹു തആല ഈ മനുഷ്യനെ ഏൽപ്പിക്കുന്നത് ദരിദ്രനെയാണ്. അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ 8ാമത്തെ വയസ്സിൽ മരിച്ചു.
പിന്നെ 9ാമത്തെ വയസ്സിൽ മുതൽ ഏറ്റെടുക്കുന്നതാരാ? മക്ക കണ്ട ഏറ്റവും ദരിദ്രനായ നേതാവ് അബൂ ത്വാലിബ്. അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താണ് കുട്ടി പറ്റി? എവിടെയാണ് കമ്മി വന്ന്? നമ്മളെ കാഴ്ചപ്പാട് മാത്രമാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. നമ്മളെ കാഴ്ചപ്പാട് നന്നാക്കണം. ഒരു വ്യക്തിയുടെ നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഒന്നുമല്ല നന്നാവേണ്ട, കാഴ്ചപ്പാട് മാത്രം. ഈ ലോകത്ത് എന്തും ഒരു കാഴ്ചപ്പാട് മാത്രം എന്നാണ്, ഒന്നുമല്ല. ഇപ്പൊ ഇവിടെ ഇതൊരു ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനം. നിങ്ങൾ ചിന്തിക്കും കേട്ടോ, നമ്മൾ ഒന്നിനെ ആശ്രയിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിനെ കൃത്യാക്കില്ല. ഇപ്പൊ ₹1 വരുമാനമില്ലാത്തൊരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തെ പ്രതീക്ഷിക്കപ്പെടാൻ നേരായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഇതിന്റെ മുന്നിൽ നിന്നാൽ അപ്പൊ ഇതിൽ പ്രതീക്ഷ ഉണ്ടാവും, അതിന് നല്ലൊരു പ്രൊഡക്റ്റ് വരാൻ സാധ്യത ഉണ്ട്. ഇത് നിങ്ങൾ സമ്പത്ത് കൊണ്ടുവന്ന് നിറച്ചു നോക്ക്. ഇതിൽ സമ്പത്ത് കൊണ്ടുവന്ന് നിങ്ങൾ നിറച്ചു എന്നിട്ട് കാര്യമില്ല. ഇതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്തില്ലെങ്കിൽ, കാഴ്ചപ്പാടില്ലെങ്കിൽ, നല്ല കാഴ്ചപ്പാടില്ലെങ്കിൽ. ഇപ്പൊ ₹10 ഇല്ല, ഒരു ₹10 ഇല്ല, പക്ഷെ എന്തുണ്ട്? നല്ലൊരു കാഴ്ചപ്പാടിന്റെ വ്യക്തി മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതന്നെ. അത് മാത്രമല്ല കുട്ടികളെ, എല്ലാം എങ്ങനെയാണ്. ഒരു പീടിക കച്ചവടത്തിൽ അയാള് പൈസ കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ഒരാളാണ് ആ പീടികയുടെ മുതലാളി. അയാളാണ് അവിടെ മേശക്കിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ മാനേജർ. രണ്ടാണെങ്കിലും ഒരു കുഴഞ്ഞും വന്നു, അവന്റെ വീട്ടിൽ അരി വെച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന് ചെവി പറഞ്ഞു ഒരാളെ, ഞാൻ ഈ മാസം പണി ഇല്ല, അപ്പൊ അതുകൊണ്ട് പണിയായ കൊടുന്നു തരട്ടോ, ഒരു ലേശം അരിയും കൂട്ടാനും എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഇയാൾ പൈസ കൊണ്ട് കുടുങ്ങിയ ആളാ. ഇയാൾ കാഴ്ചപ്പാട് നേരല്ലെങ്കിൽ കൊടുക്കൂല. അതേ സമയത്ത് വേറൊരാൾ അവന്റെ കാഴ്ചപ്പാട് നേരെയാ. ഓനാണെങ്കിൽ ഈ പീടി കൊണ്ട് ലാഭമല്ല, എന്നാലും കൊടുക്കും. എന്തുകൊണ്ട്? അവന്റെ കാഴ്ചപ്പാട് നേരെയാണ്. ഒന്നാമത്തെ ആളെ മാനേജർ കൊടുക്കൂല, രണ്ടാമത്തെ ആളെ മാനേജർ കൊടുക്കും. ഇതിമ ലാഭമല്ല എന്നും അറിയാം, ഇത് ഇയാളെ മുതലുമല്ല, പക്ഷെ അയാൾക്കൊരു ഹുസ്നുൽ തന്നെ ഉണ്ടാവും. എന്ത്? ഇങ്ങനത്തെ ഒരാൾ വന്നാൽ കൊടുക്കണോണ്ട് മുതലാളിക്ക് വിരോധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നന്നാക്കിയെടുക്കേണ്ടത് കാഴ്ചപ്പാടാണ്. എല്ലാം അങ്ങനെയാണ്. സമ്പത്ത് നല്ല കാര്യമല്ലേ? അതെ. ആരെ കയ്യിലെത്തണം? നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുടെ കയ്യിലെത്തണം. അതന്നെ. അത് ഒരു നല്ലൊരു കാഴ്ചപ്പാടില്ലാത്തൊരാൾ ഇതന്നെ. ഇത് വളരെ സത്യധനം എന്നൊരു ടൂള, അതൊരു ഉപകരണം. നല്ലോന്റെ കയ്യിലായാൽ അത് നല്ലതിനാവും, മോശപ്പെട്ടവന്റെ കയ്യിലായാൽ അത് മോശപ്പെട്ടോ അവസ്ഥയിലാവും. വേറെ ചില ആളുകളുണ്ട്, ഒരു തിന്നൂല്ല, തീറ്റിക്കൂല്ല, വേറെ അടുത്ത ആൾ അങ്ങനെ തന്നെ എടുത്തോളൂ. വളരെ നിങ്ങളത് ചിന്തിക്കണം. നമ്മളെ കാഴ്ചപ്പാട് നന്നാകാതെ ഇൽമ് ഇപ്പൊ ദുന്യവിയായ ഉപകാരമുള്ള സാധനമാണ് ഇൽമ്, ഉഖ്റവിയായ ഉപകാരമുള്ളതുമാണ് ഇൽമ്. ചിലർക്ക് ദുന്യവിയായ ഉപകാരം മാത്രമേ ഇൽമുകൊണ്ടുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ദുന്യാവിലെ കിഫായത്തും കിട്ടും, ആഖിറത്തിന്റെ നേട്ടവും കിട്ടും ഇൽമുകൊണ്ട്. അവന്റെ കാഴ്ചപ്പാടെന്നാണ്. കാഴ്ചപ്പാട് നന്നാകാത്ത ഒരാൾക്ക് ഇൽമ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ ഇൽമ നല്ല കാര്യം. എന്നോട് എല്ലാവരും വന്ന് സാധാരണ ഈ ആഴ്ച എന്നോട് വന്ന് മകൻ ആലിമാകാൻ വേണ്ടി ദ്വാരക്കണം, സാലിഹാകാനും. ഇന്ന് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഇവിടെ ഒരു കത്തൊരാൾ കൊണ്ട് തന്നപ്പോ ഞാനത് തിരുത്തി. ആലിമാകാനല്ല ആദ്യം ദ്വാരക്കേണ്ടത്, സാലിഹാകാനാണ്. ആലിമായാലെന്ത്? ആലിമായില്ലെങ്കിൽ എന്ത്? സാലിഹായാൽ സ്വർഗത്തിലെത്തും, ആലിമായതുകൊണ്ട് സ്വർഗത്തിലെത്തൂല. മനസ്സിലായില്ല? അങ്ങനെ തന്നെയല്ലേ സ്വാലിഹായാലവൻ
സ്വർഗത്തിൽ മുതലാളിയാണെങ്കിൽ സ്വർഗത്തെത്തും, ദരിദ്രനാണെങ്കിൽ സ്വർഗത്തിലെത്തും, മൂല്യരാണെങ്കിലെത്തും, ജാഹിലാണെങ്കിലെത്തും, സ്വാലിയാണെങ്കിലെത്തും. ആലിമായാലോ എന്ത് കാര്യം? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഇനി ഒരു കാലം വരും അന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വൃത്തികെട്ടവർ അലിമീങ്ങളായിരിക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അപ്പൊ ചിന്തിക്ക്, കാഴ്ചപ്പാട് നന്നാക്കിയെടുക്കാതെ ഒരു കാര്യമല്ല. പറ്റേ മനുഷ്യക്ക് ബുദ്ധിയില്ല, എന്ത് പറഞ്ഞാലും മനുഷ്യൻ മനസ്സിലാവില്ല. ഒന്നിന് കുറെ ഉണ്ടാകണ്ടേയില്ല, കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ആയത്ത് കൊടുത്തു. ആ മനുഷ്യൻ 10 വയസ്സല്ല, 10 പൈസല്ല മനുഷ്യന്റെ കയ്യിൽ. ഒരു ദിർഹമില്ല, ഒരു കുടുംബമില്ല, ഒന്നുമില്ല. അങ്ങനെ വളർന്നു വന്നതാ ഈ മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വളർന്നു വന്ന ആളാ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരുമില്ലാതെ പിന്നെ ഖദീജ ബീവി ഭാര്യയായി. എന്നാ അവിടെ കിടന്നിറക്കാൻ വയ്യോ? അതും വയ്യ, അതിനും വയ്യ മുസ്തഫ നബിക്ക്. പിന്നെ മലയിൽ പോവും, ഇറങ്ങും, ചിലപ്പോൾ അവിടെ പോവും, ഇവിടെ പോവും, ഒന്നും ഇല്ലതാനും. ആ മനുഷ്യന്റെ കയ്യിൽ അല്ലാഹു തആല 5 ആയത്ത് കൊടുത്തു ആദ്യം. പിന്നെ അല്ലാഹു തആല ഒഴുക്കി കൊടുത്തു. പിന്നെ ഈ ലോകമൊക്കെ കണ്ടു. മരിക്കുമ്പോൾ ആ മനുഷ്യന്റെ കയ്യിൽ 10 വയസ്സല്ല. അത്താഴത്തിന് വേണ്ടി പണയം വെച്ചാ മരിച്ച്. അപ്പോൾ ജനിച്ചപ്പോഴൊന്നുമില്ല, വഫാത്തായപ്പോഴൊന്നുമില്ല. പടയെങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തില്ല, അങ്ങനെ മരിച്ചു മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യനെ കൊണ്ട് കിട്ടാത്ത നേട്ടം എന്താണ്? അപ്പൊ മനുഷ്യന്റെ നന്നായത് എന്താണ്? ആ മനുഷ്യൻ മലയാളിയാണോ? അല്ല. മലയാളിയാച്ച കാര്യമുണ്ടോ? അന്ന് എത്ര മലയാളിമാരുണ്ടായിരുന്നു? ആ മലയാളിമാരെ പേരാർക്കെങ്കിലും ഇപ്പൊ അറിയോ? ഈ മനുഷ്യൻ ജനിച്ചപ്പോഴൊന്നുമില്ല, മരിക്കുമ്പോഴൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്? നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. എന്തിനാ ഹിറാ ഗുഹയിൽ പോയത്? ഹിറാ ഗുഹയിൽ പോയപ്പോ അറിയോ ജിബ്രീൽ വരും. അപ്പൊ നിങ്ങളൊരു കൃഷി ചെയ്തു, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളൊരു തെങ്ങ് വെച്ചു, അതിന് വളട്ടു, അതിന് വെള്ളം പാർന്നു. നിങ്ങൾക്കൊരു ഉറപ്പില്ലേ? എന്ത് അത് 2, 3, 4 കൊല്ലം കഴിഞ്ഞാൽ കായ്ക്കും, തേങ്ങട്ടും. നെല്ലിട്ടാൽ നിങ്ങളൊരു 3 മാസം കഴിഞ്ഞാൽ അത് വിളഞ്ഞ് നിങ്ങൾക്ക് നെല്ല് തിന്നാൻ. ഈ മലമുകളിൽ പോയി നടന്നപ്പോ എന്താണ്, എന്തിനാ പോണത്? എന്താണ്? നാട്ടിൽ ഇവിടെ നിൽക്കാൻ വയ്യ. കാരണം ഇവിടുത്തെ കാര്യത്തോട് സഹകരിക്കാൻ കഴിയില്ല. അത്രയും വൃത്തികെട്ട നാടത്. ഏതാണ് ഈ നാട്? ഇബ്രാഹിം നബി ഉണ്ടാക്കിയ നാട്. അവരോട് സഹകരിക്കാൻ കഴിയില്ല, അത്രയും വൃത്തികേടാണ്. ഇനി എന്താ രക്ഷ? അത് ഈ മനുഷ്യനറിയില്ല. ജിബ്രീൽ വരുമെന്ന് അറിയില്ല. ഒരു കൃഷി ഇട്ടവന് കൃഷി 3 മാസം കഴിഞ്ഞാൽ വിളയും എന്നറിയുന്നത് പോലെ ഹിറാ ഗുഹയിൽ പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ വരുമെന്ന് അറിയൂലല്ലോ. എന്തറിയണ്? പക്ഷെ സഹകരിക്കാൻ അവരോട് വയ്യ. അപ്പൊ ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ഈ മനുഷ്യന്റെ കാഴ്ചപ്പാട് നന്നായിട്ടുണ്ട്. ഈ 6000 ചില്ലാൻ ആയത്ത് രാവും ഓതണം. നമുക്ക് അതിന്റെ കോടാനക്കോടിയിൽ ഒരംശത്തിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. അതാ വ്യത്യാസം. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ജിബ്രീൽ വരുന്ന സമയത്തുള്ള റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ നന്മയുടെ 10 ലക്ഷത്തിൽ ഒരംശത്തിലേക്ക് പോലും 6000 ചില്ലാൻ ആയത്ത് രാവും പകലും ഖത്തം തീർക്കണം നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ജിബ്രീൽ വന്നതുകൊണ്ട് നബിക്ക് പ്രത്യേകിച്ച് നന്നാകാനുമില്ല. നബി നല്ല പണ്ടേ ആരാ പറയും കുട്ടികളെ? നല്ലോനാ. നമ്മൾക്ക് ഈ അട്ടിയിട്ട മുസാഫ് കിട്ടിയിട്ട് നന്നായതുമില്ല. എന്തുകൊണ്ട്? നമ്മളെ കാഴ്ചപ്പാട് നന്നായിട്ടില്ല. ഇനി ഇതിനപ്പുറം ഒരു ഉദാഹരണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു കഴിയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു കിതാബ് നബിയുടെ കയ്യിൽ ഇല്ല.
മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ അവസാനത്തെ വാക്കിട്ടു എന്നിട്ട് കത്തം കിടക്കണം. അവസാനത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് 251 അൽ ബഖറ ഖബ്ല 3 ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാഹ്. വഫാത്താവുന്നതിന്റെ 3 രാത്രി മുമ്പാണ് അവസാനത്തെ ആയത്ത് വരുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പാണെന്നും അഭിപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഏകദേശം ഒരു പ്രധാന അഭിപ്രായം. ഖബ്ല 3 ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിന്റെ 3 രാത്രികൾക്ക് മുമ്പ് ജിബ്രീൽ വന്ന് കൊടുത്തതാണ് അവസാനത്തെ ആയത്ത് അൽ ബഖറ 281 വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മനസ്സിലായി? അതാണ് അവസാനം ഇറങ്ങിയ ആയത്ത്. ഇനിയിപ്പോ ആയത്തോണ്ട് ഈ മനുഷ്യൻ എന്ത് നന്നാകാനാണ്? ഈ 6000 ചില്ലാൻ ആയത്തോണ്ട് ഈ മനുഷ്യൻ എന്ത് നന്നാകാനാണ്? ഈ മനുഷ്യനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നിട്ട് പുതിയതായി നന്നാകാനൊന്നും ഇല്ല. എന്തുകൊണ്ട്? നേരത്തെ തന്നെ നല്ലവനാണ്. ഇത് മുഴുവൻ കിട്ടിയിട്ട് നമ്മൾ നന്നായിട്ടില്ല. എന്തുകൊണ്ട്? നമ്മളെ കാഴ്ചപ്പാട് നല്ലതിലേക്കല്ല. നമ്മൾ കാഴ്ചപ്പാട് ക്ലിയറാക്കണ്ട്. വളരെ ചിന്തിക്കണം. കാഴ്ചപ്പാട് നന്നാവും. ഞാൻ യൂറോപ്പിന് പഠിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് നെപ്പോളിയനെ കുറിച്ച് ഈ റമദാനിൽ ഒരു പ്രസംഗം നടത്തും ഇൻഷാ അല്ലാഹ്. നെപ്പോളിയൻ മരിക്കുമ്പോൾ നെപ്പോളിയന്റെ പേര് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നല്ല, അലി ബോണപ്പാർട്ട് എന്നാണ്. മരിച്ചു, മുസ്ലിമായി മരിച്ചു. കാഴ്ചപ്പാടാണ്. 200ഓളം യുദ്ധങ്ങളിൽ യൂറോപ്പിനെ വിറപ്പിച്ച ഒരാളാണ് നെപ്പോളിയൻ. ചരിത്രത്തിൽ ഇറ്റലിയെ ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഇറ്റലിയെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെപ്പോളിയനാണ്. കാരണം അങ്ങനെയാണ് ഇറ്റലി. ഇറ്റലിയുടെ ജോഗ്രഫി അങ്ങനെ, ഇറ്റലിയുടെ ഹിസ്റ്ററി അങ്ങനെ. അതെല്ലാം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണ്. ഇറ്റലിയെ ഒരാൾ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആ നെപ്പോളിയൻ 1819 മറ്റാണ് മരിക്കുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അലി ബോണപ്പാർട്ട്. ഫ്രാൻസിൽ നിന്ന് 1 മാസം വഴി ദൂരം ഉണ്ട് സെയിന്റ് ഹെലേനാസ് ദ്വീപിലേക്ക്. സെയിന്റ് ഹെലേനാസ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയുടെ അമ്മയുടെ പേരിൽ ബ്രിട്ടീഷുകാർ പേരിട്ട ഒരു ദ്വീപാണ്. ബ്രിട്ടീഷ് അധീനതയിലുള്ള ദ്വീപ സെയിന്റ് ഹെലേന. സെയിന്റ് ഹെലേന ആരാന്ന് ചോദിച്ചാൽ, സെയിന്റ് ഹെലേന എന്ന സ്ത്രീ, സെയിന്റ് ഹെലേന എന്ന സ്ത്രീ കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയുടെ അമ്മയാണ്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി AD 4-ാം നൂറ്റാണ്ടാണ്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയാണ് എന്താ പറയാ, ആൻഷ്യന്റ് റോമാ സാമ്രാജ്യം തകർന്നതിന് ശേഷം ബൈസന്റിയൻ റോമാ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് കോൺസ്റ്റാന്റിയനാണ്. അദ്ദേഹത്തിന്റെ അമ്മയാണ് ഹെലേന. ആ അമ്മയും മകനും കൂടെ പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. യൂറോപ്പിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ രാജാവും കോൺസ്റ്റാന്റിയനാണ്. പിന്നീട് അവരുടെ അമ്മയാണ് ലോക ചരിത്രത്തിൽ ആദ്യത്തെ കുരിശുപള്ളി സ്ഥാപിച്ചത്. ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി AD 4-ാം നൂറ്റാണ്ട് 327 ആയിരിക്കാം. അത് ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി, ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി ഞാൻ പോയിട്ടുണ്ട് പലവട്ടം. ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി സ്ഥാപിച്ചത് ഹെലേന രാജ്ഞിയാണ്. അവരുടെ പേരിൽ ഒരു ദ്വീപിന് പേരിട്ടു, അതാണ് സെയിന്റ് ഹെലേന. യൂറോപ്പിൽ നാഗരികതകളുള്ള ദേശങ്ങളിൽ നിന്ന് ഏകദേശം 1 മാസം വഴി ദൂരം പോയാൽ മാത്രമേ ഹെലേന ദ്വീപിലെത്തോളം ആൾപ്പാർപ്പില്ല. അവിടേക്ക് നെപ്പോളിയനെ നാട് കടത്തി, ഒരാളെയും കൂടെ വെച്ചു കൊടുത്തു. അവിടെ കിടന്ന് മരിച്ച് നെപ്പോളിയൻ. പക്ഷേ നെപ്പോളിയൻ അപ്പോഴത്തേന് മാറി. ഒരു പക്ഷേ
ചരിത്രത്തിന്റെ ഒരു എന്താ പറയാ, ചരിത്രത്തിൽ വരാത്തൊരു ഭാഗം പിന്നീട് പറയാ, ഒരു ഭാഗം നെപ്പോളിയന്റെ ഈ മാറ്റമായിരിക്കാം നെപ്പോളിയൻ ചതിക്കപ്പെടാനുള്ള കാരണം എന്നാണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റു. സത്യത്തിൽ നെപ്പോളിയൻ അതിനു മുമ്പ് 200ഓളം യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ട് യൂറോപ്പിൽ. തുല്യതയില്ലാത്ത ഒരാളാണ് നെപ്പോളിയൻ. പക്ഷെ ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് ഭംഗിയായിരുന്നു. നെപ്പോളിയനെ മാറ്റിയതും ഒരു കാഴ്ചപ്പാട്. എവിടുന്ന ഈ കാഴ്ചപ്പാട് നെപ്പോളിയനെ കിട്ടിയത്? അതിന് കാരണമുണ്ട്. നെപ്പോളിയൻ ഈജിപ്ത് ആക്രമിച്ചു. 1800 തുടക്കം. പീരങ്കിയുടെ മുന്നിലേക്ക് മുസ്ലിങ്ങൾ വന്നു വീഴുന്നത് യൂറോപ്പിനെ അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടി ഒരു കരിങ്കല്ലല്ലാതെ ഒന്നുമില്ലാത്ത ഒരു ജനത. അവരെ കയ്യിൽ ഈ റോട്ടുമല കല്ലേ ഉള്ളൂ. അവരാണ് പീരങ്കിയെ ചെറുത്തത്. പീരങ്കിയുടെ മുന്നിലേക്ക് ഇങ്ങനെ യൂറോപ്പ് കയറി വരികയാണ് മിസറിലേക്ക്. അപ്പോൾ മിസറിലേക്കുള്ള യൂറോപ്യൻ അധിനിവേശത്തെ, ഫ്രാൻസിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരായുധവും കയ്യിലില്ലാത്ത മുസ്ലിങ്ങൾ ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് ഷഹീദാവുന്ന നോക്കി കണ്ടു. ആര്? നെപ്പോളിയൻ. അയാളെ മാറ്റി. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനത്തെ ഒരു ധൈര്യം വന്നത്? അപ്പോൾ ആ മനുഷ്യന് അല്ലാഹുവാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടു. നെപ്പോളിയൻ ഒരു നിലക്ക് തോറ്റത് കൊണ്ടാണ് ടിപ്പു സുൽത്താൻ തോറ്റത്. കാരണം രണ്ടാളും ചങ്ങായിമാര്. ആര്? ടിപ്പുവും നെപ്പോളിയൻ ചങ്ങായിമാര്. ഒരഭിപ്രായം, നേരെ നെപ്പോളിയൻ ഫ്രാൻസിൽ നിന്ന് മിസറിലേക്ക് വരുന്നത് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യാനാണെന്നാണ് ഒരഭിപ്രായം. ആരെ സഹായിക്കാൻ? ടിപ്പു സുൽത്താൻ സഹായിക്കാൻ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. വളരെ ബന്ധമായിരുന്നു ടിപ്പു സുൽത്താനും വലിയ ബന്ധമായിരുന്നു. അതൊക്കെ ഉണ്ടായിരിക്കാം. ടിപ്പു എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ തുല്യതയില്ലാത്ത ഒരാളുമാണ്. മനുഷ്യർക്ക് മരണം ഒരു പ്രശ്നം തന്നെയല്ല. ഒരു നന്മക്ക് വേണ്ടി മനുഷ്യന്മാർ മരിക്കുകയാണ്. അത് യൂറോപ്പിന് പരിചയമില്ലാത്തൊരു സ്വഭാവമാണ്. യൂറോപ്പിന് സ്വഭാവം പരിചയമല്ല. യൂറോപ്പ് ലാഭത്തിന് വേണ്ടിയല്ലാതെ ജീവിക്കൂല. അത് യൂറോപ്പിന് സ്വഭാവം. അവിടെ നിന്നാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ മനുഷ്യന്മാർ ഒരു നല്ല ആദർശത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നത്. രാജാക്കന്മാർ ഇവിടെ ജീവൻ ത്യജിക്കുകയാണ് ഒരു ആദർശത്തിന് വേണ്ടി. അപ്പൊ അതെന്താണ്? ഈ ഇത്ര ബലിഷ്ഠമായ ഒരു വിശ്വാസത്തിന്റെ ആധാരം എന്താണെന്ന് നെപ്പോളിയൻ പഠിച്ചു. അത് നെപ്പോളിയനെ മാറ്റി. അപ്പോൾ ഏറ്റവും വലിയ ശുജാഇയുടെ പേര് വാങ്ങി. ഏറ്റവും വലിയ ശുജാഇയാണ് ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അലി ബോണപ്പാർട്ട്. അലി റളിയല്ലാഹു അൻഹു വലിയ പൊക്കളാണല്ല. നെപ്പോളിയന് വലിയ പൊക്കലാണല്ല. പേരൊക്കും ചെയ്യും. ഉണ്ടാവും. വലിയ ധീരനാണ് നെപ്പോളിയൻ. അലി ചരിത്രം കൊണ്ട് ഏറ്റവും വലിയ ധീരനാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മനുഷ്യൻ പിന്നെ ആ സെയിന്റ് ഹെലനാസിലേക്ക് നാട് കടത്തി. അതൊന്നും മനുഷ്യന് പ്രശ്നമില്ല. അവിടെ കിടന്ന് മരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു പറയാം. അത്ഭുതകരമായ ചരിത്രമാണ് അതൊക്കെ. അപ്പൊ ഈ മനുഷ്യരെയൊക്കെ സത്യത്തിൽ അവരെ കാഴ്ചപ്പാടാണ് നന്നാക്കിയത്. നമ്മൾ നന്നാക്കേണ്ടതും എന്തുമാത്രമാണ്? കാഴ്ചപ്പാടാണ്. സമ്പത്ത് കിട്ടിയ കാര്യമില്ല. സമ്പത്ത് ഇല്ലാത്തതുകൊണ്ട് നഷ്ടമില്ല. എന്തിനപ്പോ അതൊക്കെ പറയുന്നത്? സമ്പത്തില്ലാത്ത ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. മക്കയുടെ ചരിത്രത്തിൽ ഒരു നേതാവ് എന്ന് പറയാൻ അബ്ദുൽ മുത്തലിബിനെ പോലത്തെ ഒരു നേതാവ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മക്കയിലുണ്ടായിട്ടില്ല. അത്രയും നല്ല നേതാവാണ്. എന്തേ? മദ്രസയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഖുർആനുണ്ടോ? ഇല്ല. പക്ഷെ വളരെ വലിയ കാഴ്ചപ്പാടാണ്. ആ ആളാണ് മുസ്തഫ നബിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. ബിഇൽഹാമിൻ മിനല്ലാഹ്. അല്ലാഹു തആല തോന്നിപ്പിച്ചു എന്ത് പേരിടാൻ? മുഹമ്മദ്. فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمد. فقالوا قد رغبت عن أسماء آبائك. എന്തിനാണ് മുഹമ്മദ് എന്ന് പേരിട്ടത്? നിങ്ങളെ ബാപ്പമാരുടെ ഖുറൈശിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളില്ലല്ലോ. فقال أردت أن يحمده من علل وبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد.
അബ്ദുൽ മുത്തലിബ് പേരുണ്ട്. നബിയാണോ? അല്ല. എന്താണ് കാഴ്ചപ്പാടാണ് ഒരു വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ സംസം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് വേറൊരു പേരുണ്ട്, ഹാഫിറു ബിഇദി സംസം. സംസം കിണർ കുഴിച്ചെടുത്താൽ. മക്കയില് ജുർഹൂം ഗോത്രം ഇടക്കാലത്ത് ഭരണം നടത്തിയപ്പോൾ അക്രമാധികരിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ, സയ്യിദ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം 2500ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസ്തഫ നബി വരുന്നത്. അടുത്ത് 2500, അതായത് നമ്മളെ ഇരട്ടി എന്നാണെങ്കിൽ പറയാം. നമ്മളും ഹബീബ നബിയും തമ്മിലുള്ള വ്യത്യാസം 1460 ആണെങ്കിൽ ഇസ്മായിൽ നബിയും തമ്മിൽ 2500-അടുത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അവരില് എന്തുണ്ടായിന്നറിയോ? അവരില് ആ ജനത, നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം 2000ഓളം വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ മുസ്തഫ നബി ജനിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ അവർക്കൊരു നവോത്ഥാന പുരുഷനില്ല. അവരുടെ ഇടയിൽ വലിയ തിന്മകൾ അധികരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സംസം വറ്റിപ്പോയി. കാരണം ജനങ്ങൾക്കിടയിൽ അക്രമാരാജകത്വം ഉണ്ടായി. പിന്നത് തിരിച്ച് കുഴിച്ചെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന്റെ വഫാത്ത് AD 578. AD 578ലാണ് അബ്ദുൽ മുത്തലിബിന്റെ വഫാത്ത്. അപ്പൊ ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ മനുഷ്യനാണ് സംസം. എന്നിപ്പം നമ്മൾ സംസം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കൈയുണ്ട്. ആര്? അബ്ദുൽ മുത്തലിബ്. ആ മനുഷ്യൻ അല്ലാഹു തആല സംസം കിണർ കുഴിക്കണമെന്ന് ബോധിപ്പിച്ച് അന്ന് മക്കയിലെ നേതാവായ അബ്ദുൽ മുത്തലിബിന് സംസം കിണർ എവിടെയെന്ന് അറിയില്ല. ആരാണ് അബ്ദുൽ മുത്തലിബ്? ആ നാട്ടിലെ ഏകദേശ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള്. എന്നിട്ട് എന്തറിയില്ല? പറഞ്ഞ മനസ്സിലായില്ല. എന്നിട്ട് എന്തറിയില്ല? സംസം കിണർ എവിടെയെന്ന് അറിയില്ല. എന്തേ കാരണം എന്താ? വറ്റിപ്പോയി. പിന്നെ ഒരു പൊട്ടക്കിണറായിരുന്നു. അത് ക്രമേണ മഴ പെയ്തിട്ട് തോന്നുന്നു എന്ന ചിത്രം. കേരളത്തിൽ ഇപ്പൊ ഒരു കിണർ തൂരണമെങ്കിൽ എത്ര കൊല്ലം എടുക്കേണ്ടി വരും? ഒരു 100 കൊല്ലം കൊണ്ടൊന്നും ഒരു കിണർ പൂർണ്ണമായി തൂർന്നിട്ടില്ല. രാവും പകലും മഴ ഈ നാട്ടില്. അപ്പൊ മക്കത്ത് എത്ര ഉണ്ടാവും? തിരിഞ്ഞില്ല. ചരിത്രത്തിൽ കാണുന്നത് മഴ പെയ്യുമ്പോൾ ഉള്ള മഴവെള്ളം വന്നിട്ട് അത് കാരണം ചരൽക്കല്ലുകളൊക്കെ അത് കാലക്രമേണ തൂർന്നു പോയതാണ് സംസം കിണർ. അപ്പൊ എത്ര എടുത്താണ്? കാരണം അവര് കൊല്ലത്തിൽ ഒരു മഴ കാണുന്നവരാണ്. ചരിത്രം പഠിക്കുമ്പോ അതൊക്കെ മർമ്മമായിട്ട് നോക്കണം. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരു കൊല്ലം 10 കൊല്ലം കൊണ്ട് ഒരു കിണർ തൂരുക ഇല്ല. ഇപ്പൊ തൂർന്ന് കിട്ടണമെങ്കിൽ എത്ര കാലം കഴിയും? അത്രയും കാലം എടുത്തിട്ട് തീർന്നതാണ് സംസം കിണർ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 1500ഓളം കൊല്ലം സംസം ഇല്ല എന്നാണ്. അവർക്കിടയിൽ അക്രമം അധികരിച്ചു. അപ്പൊ പിൽക്കാലത്ത് വന്നവർക്ക് ഇവിടെ ഒരു കേട്ടുകേൾവി ഉണ്ട്, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. അതെവിടെയെന്ന് ആർക്കും അറിയില്ല. എന്നാ പിന്നെന്റെ ആളുകൾ ഇവിടെ കിണറിനെ കുഴിക്കാഞ്ഞു, അവർക്കറിയാം അത് വറ്റിയിട്ട് തൂർന്നതാണ്. വറ്റിത്തൂർന്ന ഒരു കിണർ പിന്നെ ഒരാൾ കുഴിക്കൂല. എന്തുകൊണ്ട്? അവിടെ എന്തുണ്ടാവൂല? വെള്ളം ഉണ്ടാവൂല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കിണറിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്നത് അബ്ദുൽ മുത്തലിബിന്. അപ്പോൾ ഒരു ദിവസം ലക്ഷോപലക്ഷം ഇന്ന് ആളുകൾക്ക് സംസം കുടിക്കുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണക്കാരൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ഖുർആൻ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെന്റെ കൂടെ ഇല്ല. അബ്ദുൽ മുത്തലിബിന് ഖുർആൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത് 578 ഖുർആൻ ഇറങ്ങുന്നത് 610. അബ്ദുൽ മുത്തലിബിന്റെ മരണവും ഖുർആന്റെ ഇറക്കവും തമ്മിൽ എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? 32 കൊല്ലം. എന്റെ കൂടെ വരി.
578 ആര് മരിക്കണത്? അബ്ദുൽ മുത്തലിബ് മരിക്കണത്. ഖുർആൻ ഇറങ്ങുന്നത് AD 610. അഥവാ ഇത് രണ്ടിന്റെയും അബ്ദുൽ മുത്തലിബിന്റെ വഫാത്തിന്റെയും ഖുർആന്റെയും ഇടയിൽ 32 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അബ്ദുൽ മുത്തലിബ് വഫാത്തായി പോയിട്ട് 32 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ ഒരു ആയത്ത്, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് പോലും ആർക്കും അറിയൂല. അബ്ദുൽ മുത്തലിബ് അറിയില്ല, പക്ഷെ കാഴ്ചപ്പാടല്ലാണ്. ഇങ്ങോട്ട് വരി. നമുക്ക് 6000 ചില്ലാൻ ആയത്തുണ്ട്, നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ ഓടുന്നുണ്ട്. നമുക്ക് അബ്ദുൽ മുത്തലിബിന്റെ 10% അന്തല്ല. എന്തുകൊണ്ട്? കാഴ്ചപ്പാട് ശരിയില്ല. ഒരു നന്നാകേണ്ടത് കാഴ്ചപ്പാട് മാത്രം. കാഴ്ചപ്പാട് നന്നായ എല്ലാം നന്നാവും. അത് മുതലാണെങ്കിലും അതെല്ലാം ഇന്നാലിന്നതെന്നൊന്നുമല്ല. ചില ധനാഢ്യന്മാർ ചില നന്മ നടത്താൻ ആഗ്രഹിക്കും, എനിക്കറിയാം. അതിനൊരു ആലിമിനെ മുന്നിൽ വെക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ ആലിമിനെ മാറ്റിയിട്ട് വേറെ ആലിമിനെ വെക്കും. എന്തുകൊണ്ട്? അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ ഈ ഖൈർ നടത്തിയെടുക്കാൻ ഇയാളെ പറ്റൂല. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇൽമുള്ള ഡിഗ്രി ഉള്ള ഒരു ആലിമിനെ മാറ്റിയിട്ട് വേറെ ഒരു ആളെ കൊണ്ട് ആ നന്മ വിളയിച്ചെടുക്കും ഈ ജാഹിലായ ധനാഢ്യൻ. ചിലപ്പോ 1, 2, 3 ആലിമീങ്ങളെ മാറ്റിയിട്ടുണ്ടാവും, പിന്നെയാണ് ആ കാര്യം നടത്തി കിട്ടുക. അതിന്റെ ഇടയിൽ ഈ ജാഹിലായ ധനാഢ്യൻ കഷ്ടപ്പെടും. ഇയാൾക്ക് ഇൽമില്ലാത്ത ഒരാളെ കൊണ്ട് നടക്കൂല. എന്നിട്ട് ഈ ആലിമിനെ മാറ്റും, ആര്? ധനാഢ്യൻ മാറ്റും, ഈ ജാഹിലായ ധനാഢ്യൻ മാറ്റും. മാറ്റി വേറൊരാളെ കൊണ്ട് സ്ഥാപിക്കും. അപ്പൊ അയാൾ ഉദ്ദേശിച്ചതുപോലെ നടക്കും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എന്തേ സംഭവിച്ചു? ആലിമിന് ഇൽമുണ്ട്, കാഴ്ചപ്പാട് ശരിയില്ല. ജാഹിലിന് ഇൽമില്ല, പക്ഷെ എന്തുണ്ട്? കാഴ്ചപ്പാടുണ്ട്. അതാണ് ഹാദൽ കലാം. ഇത്രയും വർത്തമാനം പറയേണ്ടുള്ളൂ. ഇതാണ് വിഷയം. നമ്മുടെ സമ്പത്തിന്റെ 2ാം ഭാഗമാണ് ഈ പറയുന്നത്. നിങ്ങൾ ബേജാറാണ്. നമ്മൾ ഇത്രേ ഇതിലാലോചിക്കേണ്ടുള്ളൂ. മുതലുണ്ടോ മുതലില്ലേ ഒന്നും കണക്കാക്കണ്ട. അള്ളാഹുവിന് പൊരുത്തമുള്ളതേ നടക്കേണ്ടതുള്ളൂ. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നല്ല ഉഷാറിലാണെങ്കിൽ പറയാം. ഈ ലോകം പടച്ച അന്ന് അള്ളാഹു തആല ഖദറാക്കിയിരുന്നു. മാഷേ വന്നിരിക്കും ഫ്രണ്ടിലേക്ക്. അള്ളാഹു തആല ഈ ലോകം പടച്ച അന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് നടക്കാതെ പോകുമോ? അതിന് പറ്റ മൂല്യന്മാരെ കിട്ടിയില്ല, അങ്ങനെ ചിലതൊന്നും നടന്നില്ല, അങ്ങനെ ഉണ്ടാവുമോ? അതിനെപ്പറ്റി മുതലാളിമാരെയും കിട്ടിയില്ല. അള്ളാഹ് അങ്ങോട്ട് പണ്ട് തീരുമാനിച്ചിരുന്നു ഈ ലോകത്തിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്. നമ്മൾ നല്ല ഉഷാറിലായിരിക്കണ്ടേ. നമ്മളൊരു അന്തംഗമ്യാണ്, നമ്മളൊക്കെ അന്തംഗമ്യാണ്. ഒന്നും കൂടി പറയാം. അള്ളാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച സമയത്ത് ഈ ലോകം അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളോ തരാം തീരുമാനിച്ചു. അത് ലോകത്തെ പടക്കുന്നതിന്റെയും എത്രയോ മുമ്പ് തഖ്ദീറാത്തുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നടക്കണം. അത് നടക്കുമല്ലേ? അത് നടക്കുവോ ഇല്ലേ? നടക്കും. ഓഹോ, നിങ്ങൾ ഇന്നലെ ബേജാറാണ്. നിങ്ങൾ ബേജാറാണ് എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ബേജാറ് വേണ്ടെന്ന് മനസ്സിലായില്ലേ? നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അതിന് പറ്റിയ മൂല്യന്മാരെ കിട്ടിയില്ല. അങ്ങനെ ചില കാര്യം നടന്നില്ല. ചിലതെന്നാത്രം വിചാരിച്ചിരുന്നു, അതിന് പറ്റിയ മുതലാളിമാരെയും കിട്ടിയില്ല, അപ്പോഴും നടന്നില്ല. അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ
നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു നടത്താൻ നിശ്ചയിച്ച നന്മ അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ എന്നിലൂടെ നടക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കേണ്ടുള്ളൂ. നടക്കുന്നതായി ഉറപ്പാ, നടക്കാത്തത് നടക്കൂല എന്ന് ഉറപ്പാ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, അത് എന്നിലൂടെ നടത്താനേ ഞാൻ ശ്രമിക്കേണ്ടുള്ളൂ. അത് നടക്കും. അഷ്റഫ് മനസ്സിലായോ? അള്ളാഹു തീരുമാനിച്ചതെല്ലാം ഈ ലോകത്ത് നടക്കാതെ സൂറൂതൂല. ഇതിന് പേടിക്കണം എന്തിനാ? അത് നമ്മുടെ പരിശ്രമം. ഈ പരിശ്രമത്തെ നമ്മൾ അള്ളാന്റെ പൊരുത്തവുമായി കൂട്ടിയോജിപ്പിക്കണം. ചിലത് അള്ളാന്റെ പൊരുത്തത്തിൽ നടത്താൻ നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മളിൽ മെനക്കെടരുത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നടത്താവുന്ന ഒരാൾ ഇനി വരും, അയാൾ നടത്തിയേക്കും. അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ നടക്കുന്നതിനേക്കാൾ, നമ്മൾ നടത്തുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ വേറെ നടത്തലുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ ഞാൻ നടത്തുകയാണെങ്കിൽ അള്ളാഹിന്റെ പൊരുത്തമില്ലാതെ നടക്കുള്ളൂ. എന്നാ പിന്നെ ഞാനിവിടെ നല്ലതെന്താ? നടത്താതിരിക്കുക. അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ നടത്താൻ പറ്റുന്ന ഒരാൾ വന്നോട്ടെ. ഒരു റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ. ഖൈറിൽ ആഗ്രഹിച്ചാൽ ഖൈറാണ്. നിങ്ങൾ ഉംറക്ക് പോവാണ്, നിങ്ങളിനോട് വന്നാൽ ഞാൻ ഉംറക്ക് പോവാണ്, അപ്പൊ ഞാൻ കരിഞ്ഞു, എനിക്ക് ഉംറക്ക് വന്ന് രൂപയില്ല, നിങ്ങൾ ദ്വാരക്കാനിട്ട് പറഞ്ഞു. അപ്പം എനിക്കും ഉംറിന്റെ കൂലി കിട്ടി. ഒരു റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ. ഖൈറിൽ ആഗ്രഹിക്കലാണ് ഖൈർ. ഖൈർ ചെയ്യൽ പിന്നത്തെ കാര്യമാണ്. ഖൈർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഖൈർ. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്തിനാണ് അവൻ അത് പിന്നെ ചെയ്യുന്നതിനേക്കാൾ വിലയുള്ളത്. നിയ്യത്ത് കാഴ്ചപ്പാടാണ്. അമൽ കർമ്മമാണ്. കർമ്മ അതിന്റെ ലാസ്റ്റ് വേസ്റ്റാണ്. കർമ്മം ചെയ്യേണ്ടത് നമ്മളുമല്ല, അല്ലാഹുവാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂന. നിങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും പടച്ചതാരാണ്? അല്ലാഹുവാണ്. നമുക്കൊരൊറ്റ പോയിന്റേ ഉള്ളൂ, എന്ത്? നിയ്യത്ത് മാത്രം. ബസ് രണ്ടാമത്തെ കാര്യമില്ല, നമുക്കാകെയുള്ള നിയ്യത്താണ്. ആ നിയ്യത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായാൽ നമുക്ക് കർമ്മത്തിന് കൂലി കിട്ടും. രണ്ട് കർമ്മം ചെയ്യും, നിയ്യത്ത് എന്നാവൂല, ഒരു കൂലി കിട്ടൂല. ഒന്ന് കർമ്മം ചെയ്തില്ല, നിയ്യത്ത് നന്നായി കൂലിട്ടും. മറ്റേ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലല്ലോ, അള്ളാഹിന്റെ ഉത്തരവാദിത്തല്ലേ കർമ്മം. ഈ ലോകത്ത് ഇന്നാലിന്റെ കാര്യമെല്ലാം നടക്കണം എന്ന് തീരുമാനിച്ചതാരാ? അള്ളാഹുവിനെ. അപ്പൊ നടത്തേണ്ട അവന്റെ ഉത്തരവാദിത്തല്ലേ. ഞാനതിലെന്തിന് നടക്കാൻ നല്ല നിയ്യത്തോടുകൂടി എന്നിലൂടെ അത് നടക്കുകയാണെങ്കിൽ, എന്നിലൂടെ അത് നടക്കുകയാണെങ്കിൽ ഞാൻ ഭാഗ്യക്കാരനാവും. നല്ല നിയ്യത്തിൽ. നല്ല നിയ്യത്തില്ലാതെ എന്നിലൂടെ നടക്കുകയാണെങ്കിൽ കർമ്മം നടക്കും, ഞാൻ നഷ്ടക്കാരനാവും. എന്നിലൂടെ എന്റെ നിയ്യത്ത് നന്നായി, എന്നിലൂടെ ആ കർമ്മം നടന്നില്ല, ഞാൻ കൂലിക്കാരനാവും. എന്റെ നിയ്യത്ത് നന്നായില്ല, എന്നിലൂടെ ആ കർമ്മം നടന്നു, ഞാൻ കുറ്റക്കാരനാവും. ഒരവസരം ഉപയോഗപ്പെടുത്തിയില്ല. കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടാകണ്ടുള്ളൂ, വേറൊന്നും. പിന്നെ നമ്മൾ വെറുതെ പറയും ദുബായ് രാജാവ് ഉണ്ടായതുകൊണ്ട് അത് നടന്നത്, അന്തംഗമ്യ. അതൊക്കെ നമ്മളെ വർത്താനാണ്. ഗാന്ധിജി ഇന്ത്യ ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അതൊക്കെ പറഞ്ഞു മതി. അതൊക്കെ ഒരു വർത്താനാണ്, അതൊക്കെ ഒരു കഥ. അതേ ഉള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ അള്ളാഹു തീരുമാനിച്ചാണ്. ഒരു ഗാന്ധിജി അല്ലെങ്കിൽ വേറെ ഗാന്ധിജി അള്ളാഹു കൊണ്ടുവരും. അവർ വിചാരിച്ചിട്ടാണല്ലോ ഇന്ത്യ അടിമയത്. അവൻ മോചിപ്പിക്കാൻ ആരെന്ന് വിചാരിക്കണം? അള്ളാഹു. മറ്റൊക്കെ ഒരു ന്യായങ്ങളാണ്, നമുക്ക് പറയാനുള്ള ന്യായങ്ങൾ. നമുക്കൊന്നുമില്ല, നിയ്യത്ത് മാത്രം. റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ. നിങ്ങളൊരു പള്ളി എടുത്തപ്പോൾ ഞാൻ പള്ളിക്ക് ആഗ്രഹിച്ചു, കൂലിറ്റി. റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ. ഖൈറിൽ ആഗ്രഹിക്കലാണ് ഖൈർ. അതായത് നിങ്ങളൊരു പള്ളി സ്വന്തം എടുക്കുകയാണ്, എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ എന്താഗ്രഹിച്ചു? പഠിച്ചോനെ, എനിക്ക് പൈസ കിട്ടിയാൽ ഞാനൊരാവശ്യമുള്ള സ്ഥലത്ത് ഒരു പള്ളി എടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി?
കൂലിട്ടി. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. മുഅ്മിനായ മനുഷ്യന് അമലിനേക്കാൾ വലുത് നിയ്യത്താണ്. നിയ്യത്ത് കേൾക്കുണ്ടായി. രാത്രി കരഞ്ഞു, അബ്ബേ മാഷ കയ്യിൽ പൈസ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം പള്ളി എടുക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. റബ്ബേ എൻ്റെ കയ്യിൽ കടം തീർത്ത പൈസ ഇല്ലല്ലോ, എൻ്റെ കടം തീർക്കാൻ തന്നെ പൈസ ഇല്ലല്ലോ റബ്ബേ, കിട്ടാണ് ഞാനും വീട്ടിൽ നിർത്തിയിരുന്നു. ഒരാളൊരു അടക്കാക്കളിക്കിരിക്കാനുള്ള സ്ഥലമാണ് പള്ളിയിൽ കൂടാൻ കഴിഞ്ഞെങ്കിൽ അയാൾ മണിമാളിക പോലത്തെ പള്ളിയുടെ പ്രതിഫലം അയാൾക്കും അല്ലാഹു കൊടുക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അതിന് കൂടാൻ കഴിയാത്ത ആളാരാ? 90% ആളുകൾ കൂടാൻ കഴിയുമല്ലോ. ഒരു അടക്കാക്കളിക്കിരിക്കാനുള്ള സ്ഥലത്തിന്റെ ചെലവനേറ്റു. മനസ്സിലായില്ല? ഒരു പള്ളി എടുക്കുമ്പോൾ അയാൾ അടക്കാക്കളിക്കിരിക്കാനുള്ള സ്ഥലത്തിന്റെ അത്ര കൊടുക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. മതി. എന്നാലും അയാൾക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന മൻ ബനാ ലില്ലാഹി മസ്ജിദൻ. ഒരു പള്ളി ഒരാളെടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. നിയ്യത്ത് എന്നാവണം. നീ പള്ളിയോ, പള്ളി പൊളിക്കാൻ പറഞ്ഞു, എന്തുകൊണ്ട്? പള്ളിയിൽ നിയ്യത്ത് മോശമാണ്. ഈ ലോകത്ത് ഒറ്റ നിന്നാണ്ടോളൂ. എന്ത് നിയ്യത്ത്? നിയ്യത്ത് എന്താ? കാഴ്ചപ്പാട്. ഖുർആനാണ്, ഹദീസല്ല. ഖുർആന والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. എന്താണ് ആയത്തൊക്കെ? ഒരു വിഭാഗം ആളുകൾ കാഴ്ചപ്പാട് മോശമാണ്, അവർക്ക് ചിന്ത മോശം, നിയ്യത്ത് മോശം. അവർ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ആ പള്ളി ഉണ്ടാക്കിയത്. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين. സത്യവിശ്വാസികളെ ഭിന്നിപ്പിക്കലാണ് അവരുടെ കൂടെ ലക്ഷ്യം. لا تقم فيه أبدا. ഒരിക്കൽ പോലും അങ്ങ് ആ പള്ളിയിൽ ചവിട്ടിപ്പോകരുത്. എന്ത് പറഞ്ഞില്ല? നമ്മളാണെങ്കിൽ എന്താ പറയാ? പോലെ തന്നെ നമുക്ക് മറിച്ചത്. പള്ളി ഇപ്പൊ പൊളിക്കണ്ടല്ലേ, പള്ളിയല്ലേ. നമ്മക്കത് കമ്മറ്റി മാറ്റിയിട്ട് ഉപയോഗിക്കാം. അള്ളാഹുക്ക് അങ്ങനെ പറയാലോ. എന്ത് ഒരു ലക്ഷ്യം പറയണം, പള്ളി അതുകൊണ്ട് പൊളിച്ചിട്ടുണ്ട, നിങ്ങൾ സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബിനെ പള്ളി കമ്മിറ്റി അയക്കണേ. ഏത് കാലത്താണ് ഈ പള്ളി പൊളിക്കാൻ കൽപ്പിച്ചത്? 10 പൈസ ഇല്ലാത്ത കാലത്ത്. അപ്പൊ അള്ളാഹു തആലക്ക് എന്ത് പറയാലോ? ഏതായാലും ഈ 10 ഉറുപ്പ്യ ഇല്ലാത്ത കാലത്ത് ഒരു ഉണ്ടാക്കി ഓല് മൊക്ക ആയിക്കോട്ടെ, ഞാൻ പള്ളി വിളിക്കണ്ട. അങ്ങനെ പള്ളി ഇന്ന് ഉണ്ടാക്കി കിട്ടണമെങ്കിൽ പൈസ കുറെ ചെലവാക്കണം. നിങ്ങളെ കയ്യിലാണെങ്കിലോ പൈസ ഇല്ല. പൊളിക്കാൻ കൽപ്പിച്ചു, സ്വഹാബത്ത് പൊളിച്ചു. അപ്പൊ ലോക ചരിത്രത്തിൽ പള്ളി ഉണ്ടാക്കി കാണിച്ചതും സ്വഹാബത്ത് തന്നെയാണ്, പൊളിച്ചു കാണിച്ചതും സ്വഹാബത്ത് തന്നെയാണ്. അവരുടെ കണക്ക്. അപ്പൊ നമുക്ക് പള്ളി പൊളിക്കാൻ നമുക്ക് ഇനി പുതിയ തെളിവിന്റെ ആവശ്യമില്ല. പള്ളി പൊളിക്കാൻ വേണ്ടി പറയാനല്ല. പള്ളി ആദ്യമായി ഉണ്ടാക്കിയത് സ്വഹാബത്ത്, പൊളിച്ചതോ സ്വഹാബത്ത്. എന്റെ നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു തആലക്ക് എന്ത് പറയാലോ? ഏതായാലും നിങ്ങൾ പള്ളി പൊളിച്ച് കഴിഞ്ഞപ്പോ അത് കീഴ്വഴക്കാവും, അതുകൊണ്ട് എന്താണ്ട പൊളിക്കണ്ട, കമ്മിറ്റി മറിച്ചിരി, ജനറൽ ബോഡി മാറ്റി. 10 പൈസ ഇല്ലാത്ത കാലമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ല. ഉടുതുണി എന്നല്ല, മറുതുണി. മുന്നിലെ സൊഫിലുള്ള ആളുകൾ എണീറ്റു എന്ന് ഉറപ്പില്ലാതെ നേരെ ബേക്കിലുള്ള ആളുകൾ തല ഉയർത്തരുതെന്ന് നിയമമാണ് ആ കാലത്ത്. എന്തുകൊണ്ട്? ആ ഉറത്ത് മറിയാനുള്ള വസ്ത്രമില്ല. അത് ഒപ്പിക്കണേ ഉള്ളൂ. കിടക്കുമ്പോ സ്വാഭാവികമായും എന്ത് വരും? ബേക്കിലുള്ളവർക്ക് നോക്കിയാൽ കാണും. നിങ്ങൾ ആലോചിക്ക്, അക്കാലത്താണ് ഈ നിയമം വരുന്നത്. പള്ളി വിളിക്കാൻ ഒരു പള്ളി ഇറങ്ങാൻ കുറച്ച് പൈസ വേണ്ടേ? പള്ളിയല്ലേ.
മുന്നിലെ സഫിലുള്ള ആളുകൾ എണീറ്റൂന്ന് ഉറപ്പില്ലാതെ, സുജൂദിൽ നിന്ന് എണീറ്റൂന്ന് ഉറപ്പില്ലാതെ ബേക്കിലുള്ള സഫിലുള്ള ആളുകൾ തല ഉയർത്തരുതെന്ന് മുസ്തഫ നബി പഠിപ്പിച്ചു. എന്തുകൊണ്ട്? അവരുടെ മോശപ്പെട്ട അവയവ ഭാഗങ്ങളെ അവര് പക്ഷേ കണ്ടേക്കാം. അത് മോശല്ലേ? മനസ്സിലായോ പറഞ്ഞത്? പോലെ തറാവിയൊക്കെ കുറച്ച് നേരം എടുക്കും. നമ്മളെ